8ാം ക്ലാസ്സിലെ നമ്മുടെ രണ്ടാമത്തെ പാഠമായ ജൂലിയ അവർ ലൂണ. അതിനകത്തെ ജൂലിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ലൂണ എന്ന് പറയുന്നത് ഒരു മരവുമാണ്. അവരുടെ രണ്ടുപേരുടെയും കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ഇപ്പോൾ നമ്മൾക്ക് നോക്കാൻ പോകുന്നത് ജൂലിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ജൂലിയ ലോറൻ ഹിൽ ആ ജൂലിയയുടെ യഥാർത്ഥ പേരാണ്. जूलिया लॉरेन हिल का जन्म 18 फरवरी 1974 को मिसौरी के माउंट वर्नोन US में हुआ. ഇപ്പോൾ ജൂലിയ ലോറൻ ഹിൽ ജനിച്ചത് 1974 ഫെബ്രുവരി 18 മിസോറിയിലെ മൗണ്ട് വെർണോനിൽ, അത് US ആണ്, അവിടെയാണ് ജനിച്ചത്. आप जूलिया बटरफ्लाइज हिल के नाम से जानी जाती है. ഈ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. आप एक सफल लेखिका, अमेरिकी पर्यावरण कार्यकर्त्री और प्रेरक वक्ता है. ഈ ജൂലിയ ലോറൻ ഹിൽ എന്ന് പറയുന്ന അത് പ്രശസ്തയായ ഒരു ലേഖികയാണ്. അതുപോലെ പര്യാവരൺ കാര്യകർത്തി എന്ന് പറഞ്ഞാൽ ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. അതുപോലെ അതിൻ്റെ പ്രേരക വക്താഹി എന്ന് പറഞ്ഞാൽ ആ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു വക്താവുമാണ്. आप जंगलों पेड़ों की कटाई रोकने के लिए 10 दिसंबर 1997 और 18 दिसंबर 1999 के बीच 738 दिन 200 फुट 61 मीटर ऊंचे लगभग 1000 साल पुराने कैलिफोर्निया रेडवुड पेड़ में रही. आ जूलिया आप ജംഗലോം പേടോങ്കി കടായി രോക്കിനെ കീരി, അവർ ജംഗലും കാടുകളും മരങ്ങളുമൊക്കെ മുറിക്കുന്നത് തടയുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ഡിസംബർ മാസം 10-ാം തീയതി 1997 മുതൽ 1999 ഡിസംബർ 18 ഇടയ്ക്ക് എത്രയാണ്? 738 दिन 738 ദിവസം എന്താണ്? 200 ഫുട്ട് എന്ന് പറഞ്ഞാൽ 200 അടി. ആ 200 അടി എന്ന് പറയുന്നത് 61 മീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 61 മീറ്റർ ഊംചെ പൊക്കമുള്ള ലഘുഫഗ് 1000 സാൽ പുരാനി. 1000 സാൽ പുരാനി എന്ന് പറഞ്ഞാൽ ഒരു 1000 വർഷം, ഏകദേശം ഒരു 1000 വർഷം പഴക്കമുള്ള കാലിഫോർണിയ റെഡ്വുഡ് പേടുമേ രഹി, കാലിഫോർണിയയിലെ റെഡ്വുഡ് മരത്തിൽ താമസിച്ചു ഈ ജൂലിയ. എന്തിനാണ്? ഈ മരങ്ങളെയും കാടിനെയും ഒക്കെ വെട്ടരുത്, മുറിക്കരുത്, സംരക്ഷിക്കണം എന്നുള്ളവർ ആദ്യമേ പറഞ്ഞു. ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്, അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ വക്താവുമാണ്. ജൂലിയ പേട് കെ ശീർഷക് കെ പാസ് ഏക് തംബൂ മേ രഖീരി. ഈ ജൂലിയ ഈ മരത്തിൻ്റെ മുകളിൽ ഒരു തമ്പൂമിൽ ഒരു ടെൻ്റൊക്കെ അടിച്ച് അവരവിടെ താമസിച്ചിരുന്നു. താക്കി പസഫിക് ലംബർ കമ്പനി കെ ലഗഠാരെ ഇസെ കാട്ട് ന സകെ. അതുകൊണ്ട് പസഫിക് ലംബർ കമ്പനി, ആ കമ്പനിയുടെ മരം വെട്ടുകാർക്ക് ഈ മരം മുറിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാര്യം എന്താ? ജൂലിയ മുറിക്കാനായിട്ട് സമ്മതിക്കില്ല. ആ മരത്തിൽ ഇരിക്കുകയാണ്. ഏകദേശം എത്ര ദിവസമാണ്? 738 ദിവസങ്ങളോളമാണ് ആ മരത്തിൽ ആ ജൂലിയ തങ്ങിയത്. വേ അന്തതഹ് പേട് കോ ബചാനെ കെ ലിയെ ലംബർ കമ്പനി കെ സാത്ത് ഏക് സമझौते पर पहुंची. അവസാനം ജൂലിയ ആ മരത്തെ രക്ഷിക്കാനായിട്ട്, ആ 1000 വർഷം പഴക്കമുള്ള ആ മരത്തെ രക്ഷിക്കാനായിട്ട് ലംബർ കമ്പനിയുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തി.
बहु पेड़ प्यार से लूना के नाम से जाना चाहता है. അല്ലേ? തൻ്റെ ആ പ്രിയപ്പെട്ട മരമാണ്, ആ മരത്തിനെ ലൂണ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം മരത്തിൻ്റെ പേരാണ് ലൂണ. जूलिया के सन 2000 में अपने पेड़ पर बैठने के अनुभव के बारे में एक किताब प्रकाशित की. नाम है द लेगसी ഓഫ് ലൂണ. അപ്പം ജൂലിയ എന്ത് ചെയ്തു? ആ മരത്തിലിരുന്ന, അപ്പം 738 ദിവസത്തോളം ജൂലിയ ആ മരത്തിൽ താമസിച്ചു. 2000 ജൂലിയ താൻ ആ മരത്തിലിരുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി, പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ലെഗസി ഓഫ് ലൂണ. പുസ്തകത്തിൻ്റെ പേരാണ് ലെഗസി ഓഫ് ലൂണ. അപ്പം ആ ലൂണയുടെയും ജൂലിയായുടെയും ആ ഒരു കഥയാണ് നമുക്ക് ഹിന്ദിയിലെ 8ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിൽ നേഹ സിംഗ് ഒരു കഹാനിയായിട്ട് എഴുതിയേക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.